നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. UDF സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം സഖാക്കളുടെ ഉറക്കം അപ്പാടെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാം. 10 വർഷം സുഖിച്ചു കഴിഞ്ഞതിന് പകരമായി ഇനിയുള്ള 5 വർഷം ഒരു 20 വർഷത്തേക്കുള്ള പണി ഒരുമിച്ചെടുക്കേണ്ട ഗതികേടാണ്. അതിനുവേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ മുതൽ നിയമസഭയിൽ വരെ കുട്ടി നേതാക്കളും തലമുതിർന്ന നേതാക്കളും നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കളിച്ച് കളി കൈവിട്ട് പോയതാണ് ഇപ്പോൾ അവസ്ഥ. ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ മകൾ വീണ കൂടി താമസിക്കുന്ന വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. അവരെ ആക്രമിക്കുകയും കഴിഞ്ഞ ദിവസം അടക്കം കോടതിയിൽ ED നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് സംസ്ഥാനത്തെ തലമുതിർന്ന നേതാക്കളെക്കുറിച്ച് ED കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് തന്നെയാണ് ജനം ചോദിക്കുന്നത്. അവർ വരുന്നു, അവരുടെ ജോലി ചെയ്തു പോകില്ലായിരുന്നു. ഇപ്പോൾ 10-26 പേർ ജയിലിൽ കടന്നിട്ട് ഇപ്പോൾ എന്തായി അവസ്ഥ? അതും കഴിഞ്ഞു 2 തവണ വീണ വിജയൻ ED കൊച്ചി ഓഫീസിൽ ഹാജരായി. സമാധാനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ സമാധാനപരമായി തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിലൊരു നാടകീയമായിട്ടുള്ള ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ജനം ചോദിക്കുന്നത്. ഏതായാലും കേന്ദ്ര ഏജൻസികൾ ഒരു സൈഡിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന ഭരണകക്ഷികൾ CPM-നെ കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ എത്തിക്കുകയാണ്. തലസ്ഥാനത്ത് പുതിയ നിയമ പോരാട്ടമാണ് നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസുകാർക്ക് നേരെ ഇതുവരെ ഒരാളും ഉപയോഗിക്കാത്ത തരത്തിലുള്ള മാരകമായ രീതിയിലുള്ള ബ്ലേഡ് പ്രയോഗം നടത്തിയെന്ന കേസിൽ ഇപ്പോൾ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് പ്രതിഷേധിക്കാനുള്ള അല്ലെങ്കിൽ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷെ അത് ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ അക്രമാസക്തമായിട്ടുള്ള വഴികളിലൂടെ ആകരുത്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവിടെ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വന്നത്. അതായത് മേട്ടുകടയിലാണുള്ളത്. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന നന്ദനെ വൻ പോലീസ് സന്നാഹം വളഞ്ഞു വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പാർട്ടി കോട്ടയ്ക്ക് തൊട്ടു മുന്നിൽ വെച്ചുണ്ടായ ഈ മിന്നൽ അറസ്റ്റ് ജനാധിപത്യ മുന്നണിക്കും CPM-നും വലിയ രാഷ്ട്രീയ ആഘാതമായി മാറിയിരിക്കുകയാണ്. പണ്ട് ഒരു ധാരണയുണ്ടായിരുന്നു, പാർട്ടി ഓഫീസിൽ കയറിയോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിന്റെ ചുറ്റുവട്ടത്ത് നിന്നോ ഒരു പാർട്ടി കോട്ടയിൽ കയറിയോ പോലീസിനെ, അതായത് എതിർപക്ഷത്തുള്ള ഭരിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയമാണ്, മടിയാണ് എന്നൊക്കെ. പക്ഷേ ഇന്ന് കാലം മാറി. കൃത്യമായിട്ട് തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസ് വന്നപ്പോൾ, അതായത് സാധാരണ രീതിയിൽ സമരം നടക്കുമ്പോഴാണ് ബ്ലേഡുകൾ പോലീസുകാർക്ക് നേരെ അല്ലെങ്കിൽ അവരെ കീറി മുറിക്കാനായിട്ട് ബ്ലേഡുകളുമായിട്ട് SFI സമരത്തിന് എത്തിയത്. സംസ്ഥാന നേതാക്കളായ പ്രസിഡന്റ് M ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് എന്നിവരടക്കം കണ്ടാൽ അറിയാവുന്ന 100ഓളം SFI പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് നിലവിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ED കേസുകൾ പോലെ തന്നെ പാർട്ടിയെയും വിദ്യാർത്ഥി സംഘടനയെയും വരിഞ്ഞു മുറുക്കുന്ന കടുത്ത വകുപ്പുകളാണ് പുതിയ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖ നേതാക്കളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് സൂചന. IHRD ഫീസ് വർധനയ്ക്കെതിരെ കഴിഞ്ഞ ജൂൺ 24-നാണ് SFI സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചാണ് വൻ സംഘർഷത്തിനും ഒടുവിൽ ചരിത്രത്തിൽ ആദ്യമായി ബ്ലേഡ് ആക്രമണമെന്ന ഗുരുതര ആരോപണത്തിലും കലാശിച്ചത്. സാധാരണ പോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ നിന്നാണ് SFI 10-30 ആളുകളുമായിട്ട് പ്രതിഷേധവുമായിട്ട് വരുന്നത്. പിന്നീട് സെക്രട്ടേറിയറ്റിന് മുൻപിലെത്തി. അതിനുശേഷം പോലീസുമായി ഒരു ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായത്. ബാരിക്കേഡ് മറിച്ചിടാനും പോലീസുകാരെ ആക്രമിക്കാനും ശ്രമിച്ചു. കേസിൽ പ്രതിയായ ജില്ലാ സെക്രട്ടറി നന്ദൻ ഒളിവിൽ പോകാതെ പാർട്ടി ഓഫീസിനുള്ളിൽ അഭയം തേടുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ നന്ദനെ നേരത്തെ തന്നെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാത്തുനിന്ന കന്റോൺമെന്റ് പോലീസ് സംഘം നിമിഷങ്ങൾക്കകമാണ് ജീപ്പിലേക്ക് കയറ്റിയത്. അതായത് ഈ സംഭവം നടന്ന് ആ ദിവസം മുതൽ തന്നെ പാർട്ടി ഓഫീസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു നിമിഷത്തേക്ക് പുറത്തിറങ്ങിയപ്പോൾ അവിടെ പോലീസുകാരുണ്ടായിരുന്നു. അവർ വളഞ്ഞാണ് നന്ദനെ പിടികൂടിയത്. പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് ജില്ലയിലെ പ്രധാന നേതാവിനെ തന്നെ പിടികൂടാൻ പോലീസ് കാണിച്ച ആർജവം സർക്കാരിനെയും പാർട്ടിയെയും അണികൾക്ക് മുന്നിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ED കേസുകൾ പാർട്ടിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയില്ലെങ്കിൽ പോലീസുകാർ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചെന്ന കേസ് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്.
സമരമുഖങ്ങളിൽ മാരകായുധങ്ങളുമായി SFI ഇറങ്ങുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തലുകൾ. വഴിതടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവയ്ക്ക് പുറമെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ജീവഹാനി വരുത്താൻ ശ്രമിച്ചതിനെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പായ 118(1) നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ പെട്ടെന്ന് ജാമ്യം ലഭിക്കില്ല എന്നത് SFI സംസ്ഥാന നേതൃത്വത്തെയും ആശങ്കയിലാക്കുന്നുണ്ട്. അതേസമയം പോലീസിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് CPM-ഉം SFI-യും. SFI പ്രവർത്തകരെ ചോരക്കുരുതിയാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരാണ് ബ്ലേഡുമായി വന്നതെന്നതാണ് സംഘടനയുടെ വാദം. ആക്രമണത്തിൽ 5ഓളം പോലീസുകാർക്ക് പരിക്കേറ്റതായി സിറ്റി പോലീസ് കമ്മീഷണർ പറയുമ്പോൾ 20ഓളം വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റതായി SFI ആരോപിക്കുന്നു. സമരത്തിന് നേരെയുണ്ടായ പോലീസ് നരനായാട്ടിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും പോലീസിന്റെ ബ്ലേഡ് കഥ കെട്ടിച്ചമച്ചതാണെന്നും കാണിച്ച് SFI സംസ്ഥാന നേതൃത്വം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വസ്തുതകൾ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, അദ്ദേഹം അന്ന് വളരെ കടുപ്പിച്ചു തന്നെയാണ് പറഞ്ഞത്, ഇത് ആര് ചെയ്താലും അവരെ കൃത്യമായിട്ട് കണ്ടെത്തും, അവിടെയുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. കാരണം ബ്ലേഡ് കൊണ്ടുവന്നാണ് പോലീസുകാർക്ക് നേരെ ഇത്തരത്തിൽ ഈ ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ അവരുടെ ദേഹത്ത് മുറിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും പൊറുക്കുകയില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു അവർ മനുഷ്യരല്ലേ എന്നുള്ളത്. അപ്പോൾ SFI പറയുന്നത് അത് പോലീസുകാർ കൊണ്ടുവന്നതാണെന്നാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞിരുന്നു. പോലീസുകാരുടെ കയ്യിൽ ലാത്തിയും തോക്കും ഒക്കെ ഉണ്ട്, പിന്നെ അവർക്ക് എന്തിനാണ് ബ്ലേഡ് കയ്യിൽ കരുതേണ്ടത് എന്നാണ്. ഏതായാലും കൃത്യമായി അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ SFI നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്.